സ്നേഹമുള്ള സഹോദരങ്ങളെ, സാധ്യമാവിധം അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനെ, ഒരു പെരുന്നാൾ രാവി, നാളെ പെരുന്നാളാണ്, തൊട്ടു തലേന്ന് മഗ്‌രിബിന് പള്ളികളിൽ നിന്ന് മൈക്കിലൂടെ പ്രഖ്യാപനമുണ്ടായി, മാസം കണ്ടു, നാളെ പെരുന്നാളാണ് എന്ന്. സ്വാഭാവികമായും എല്ലാവരും സന്തോഷത്തിലാണ്, പെരുന്നാളിൻ്റെ സന്തോഷം, നാളെ പെരുന്നാളാണ് എന്ന സന്തോഷം. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലാണ്, അവർ ഓടിച്ചാടി കളിക്കുകയാണ് ആ പള്ളിക്ക് ചുറ്റും. അപ്പോഴാണ് ആ പള്ളിയുടെ പുറത്ത്, മിഹ്റാബിൻ്റെ ഭാഗത്ത്, പള്ളിക്ക് പുറത്ത് ഒരു മൂലയിൽ ഒരു കുട്ടി ഇരുന്ന് കരയുകയാണ്. ഒരു യുവാവ് അവനെ ശ്രദ്ധിച്ചു. എന്തിനാണ് അവൻ ഈ സമയത്ത് കരയുന്നത്? അദ്ദേഹം ആ കുട്ടിയുടെ അടുത്ത് ചെന്നു. മോനെ, നീ എന്തിനാടാ കരയണ്? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്ന സന്തോഷത്തിലാണല്ലോ, പെരുന്നാളായിട്ടും നിനക്കൊരു സന്തോഷമില്ലേ? എന്തു പറ്റിയാടാ മോനെ എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. അതും കൂടി കേട്ടപ്പോൾ അവന് സങ്കടം വല്ലാതെ കൂടി. അങ്ങനെയാണല്ലോ, സങ്കടം വല്ലാതെ കൂടുമ്പോൾ വർത്താനം പറഞ്ഞാലൊന്നും കിട്ടൂല, മുറിഞ്ഞു പോകും അവൻ്റെ വാക്കും വരികളും. മുറിഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അതെ, എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും നാളെ പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണ്, അവർക്കെല്ലാം പുത്തൻ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് അവർ. എന്നാൽ എനിക്ക് നാളെ പെരുന്നാളായിട്ട് പുത്തൻ വസ്ത്രമില്ല, എനിക്ക് പുതിയ ഡ്രസ്സില്ല. എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ എനിക്കത് വാങ്ങിച്ചു തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞവൻ കരയും. ഒന്നാലോചിച്ച് നോക്കി. അവൻ്റെ ഉപ്പ കഴിഞ്ഞ റമദാനിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ പെരുന്നാളിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഉപ്പാൻ്റെ സ്നേഹവും വാത്സല്യവും തലോടലും അവൻ അനുഭവിച്ചിരുന്നു. അവൻ്റെ ഉപ്പ കഴിഞ്ഞ റമദാനിൽ അവന് പുത്തൻ ഉടുപ്പും വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ഈ റമദാനിൽ അവൻ്റെ ഉപ്പയില്ല. അവൻ ഉപ്പയില്ലാത്ത കുട്ടിയാണ് ഈ റമദാനിൽ. ഈ പെരുന്നാളിൽ അവൻ്റെ ജീവിതത്തിൽ ഉപ്പയില്ലാത്ത അവൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പെരുന്നാളാണ്. അവൻ പറയാൻ, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു തരുമായിരുന്നു, ആ ഉപ്പാൻ്റെ സ്നേഹചുംബനങ്ങളും തലോടലുകളും എനിക്ക് ലഭിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി വല്ലാതെ കരഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയ. അങ്ങനെ എത്രയോ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നമ്മളല്ലാതെ മറ്റാരാണ് ചേർത്ത് പിടിക്കേണ്ടത്? നമ്മുടെ സഹോദരങ്ങളുടെ മക്കളല്ലേ അവർ? നമ്മളുടെ ചോരകളല്ലേ അവർ? നമ്മുടെ കുട്ടികളല്ലേ അവർ? അവരുടെ അഭിമാനത്തിനൊരു പോറലുമേൽക്കാതെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ഈ പെരുന്നാൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വസ്ത്രങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഷർട്ട്, ഒരു പാൻറ്, ഒരു കുഞ്ഞുടുപ്പ്, ഒരു പർദ്ദ, ഒരു വസ്ത്രം, ഒരു ടവലെങ്കിലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ലേ? കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ റമദാനിൽ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നമുക്കിടയിൽ ഉപ്പയില്ലാത്ത മക്കൾ, മിസ്കീനുകളായ സാധുക്കളായ കുട്ടികൾ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഒരു കുറ്റമായിട്ടാണ് യത്തീമിനെ ആദരിക്കാത്ത നടപടിക്രമത്തെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. കല്ല ബല്ലാ തുക്രിമൂനൽ യതീം, അവർ യത്തീമിനെ ആദരിക്കുന്നില്ല എന്നത് ഒരു കുറ്റമായി കൊണ്ടാണ് അള്ളാഹു ഗൗരവത്തോടെ ഉണർത്തുന്നത്. വാതിദൽ ഖുർബ ഹഖഹു വൽ മസാകിൻ വൽ മിസ്കീൻ, അതെ, ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും അതേപോലെ മിസ്കീനുകൾക്കും അവരുടെ അവകാശം വകവെച്ചു കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. മിസ്കീനുകൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകളെ എല്ലാം പരിഗണിക്കാനും, മിസ്കീനുകളെ പരിഗണിക്കാനും, യതീമകളെ പരിഗണിക്കാനും ഈ റമദാനിൽ, ഈ പെരുന്നാളിൽ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്നാൽ നമ്മൾ നൽകുന്നത് അവരുടെ അഭിമാനത്തിന് പോറലേൽക്കാതെ അതവരുടെ അവകാശമാണ് എന്ന ആഴത്തിലുള്ള ബോധം നമുക്കുണ്ടാകണം. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ തലോടാൻ, അവരെ സ്നേഹിക്കാൻ, ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അവരെ പരിഗണിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അള്ളാഹു നമ്മുടെ നന്മകളും നമ്മുടെ ഈ സൽക്കർമ്മങ്ങളുമെല്ലാം ഇഷ്ടപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഉപ്പയില്ലാതെ ഇല്ലാത്ത എത്രയോ മക്കൾ, റഹ്മാനായ റബ്ബേ, ക്ഷമയോടെ അവധാനതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, ഇസ്സത്തോടെ ജീവിക്കാൻ നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സും ഈമാനും നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.